ഹായ് അസ്സലാമു അലൈക്കും. ഇന്നിങ്ങനെ കണ്ടൻറ്റൊന്നുമില്ല എന്ന് വെച്ചിട്ട് നേരം വിളിക്കുമ്പോൾ എണീച്ചിട്ട് ഞാൻ പഠിച്ചോനെ ഇന്ന് എന്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇടും. ഞാൻ എണീച്ചിട്ട് നേരെ അടുക്കളയിൽ പോയി ചായക്കൊള്ളം വെച്ചു, ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അത് വെച്ച് ചെയ്തു. അപ്പോൾ ഞാൻ നെറ്റ് ഓണാക്കി. ടേയും എന്ന് പറഞ്ഞിട്ട് 2 മെസ്സേജ്. ആ മെസ്സേജ് കണ്ടപ്പോൾ ഹോ വാ ഇതാണോ ഇന്നത്തെ കണ്ടൻറ്റ്, ടണോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. ആ മെസ്സേജിൽ വണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ നമ്മളെ ഫാമിലിയിൽ അടുത്തറിയുന്ന ഒരാൾ വിളിച്ചിട്ട് പറയണം, മെസ്സേജിൽ വിട്ടിരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടൂ, വണ്ണമില്ലേ, 4 ആൾക്കാർ കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരിക്കണം. ആൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി വരികയാണ്. അപ്പോൾ മെസ്സേജ് ഇട്ടിരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടും. അപ്പോൾ ആളും ഫോൺ കേടായിരുന്നു, അപ്പോൾ അതിൽക്കണം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ കേടായതുകൊണ്ട് പറ്റില്ല, ഡിസ്പ്ലേ പോയി. അപ്പോൾ കടയിൽ നിന്ന് ശരിയാക്കി കൊടുന്നപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അതൊക്കെ തെറ്റല്ലേ, ആളുകൾ കാണുന്നതല്ലേ. നല്ല മാന്യമായ രീതിയിലും മാന്യമായ വസ്ത്രധാരണവും കൊണ്ട് മാത്രമാണ് ആ കുട്ടി ആ ഡാൻസ് കളിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുന്ന കണ്ണിൻ്റെ പ്രശ്നമാണ്, നമ്മൾ ഒരാളെ നോട്ടാണ് പ്രശ്നം. മനസ്സിലായി? നമ്മളെ ചിന്താഗതി, നമ്മൾ നന്നായി നോക്കിയാൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾ വേറെ അർത്ഥം കൊണ്ട് നോക്കിയാൽ അത് പ്രശ്നമാണ്. മനസ്സിലായി? നമ്മൾ നല്ലൊരു ഡാൻസ് കണ്ടു നോക്കൂ, അതിൻ്റെ ഇടയിൽ അവിടെ തൂങ്ങിയിട്ടുണ്ടോ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നല്ല നോക്കേണ്ടത്. ആ വസ്ത്രദാനം നല്ലതായിരുന്നു, ഞാൻ കണ്ടതാണ് ആ വീഡിയോ. ആ ഷോർട്സ് എന്ന് പറയണത് വ്യക്തി ഞാൻ കണ്ടതാണ്. ഇതിൽ ആഡ് ചെയ്യാനൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഷോർട്സ് എങ്ങനെയാണെന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്തിരുന്നു. ആ മെസ്സേജ് വാട്സപ്പിൽ വന്ന മെസ്സേജ് അത് ഇതിലെങ്ങനെ പിൻ ചെയ്യുന്നതെന്ന് പോലും പഠിച്ച റബ്ബാണ് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ ആ മെസ്സേജ് അങ്ങനെ ഇതിൽ പിൻ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ട് ഞാൻ എന്താ പറയുക, നീ എന്തെങ്കിലും പറയാം, ഞാൻ നിർത്തട്ടെ എൻ്റെ ചാനൽ. എൻ്റെ ഇഷ്ടം, എൻ്റെ ചാനൽ നിർത്തണ്ടേ എന്നുള്ളത് എൻ്റെ ഇഷ്ടം. ഓക്കെ, ഇതിൽക്ക് ഇറങ്ങുമ്പോൾ പലതും അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഈ ചെവിയിൽ കൂടെ കേക്ക് അല്ല, ഈ ചെവി കൂടെ കേക്ക്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കൊട്ട് ഇപ്പുറത്തെ ചെവി കൂടെ ഫൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു കൊടുക്കുക. മനസ്സിലായി? ഫൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വിട്ടു കൊടുത്താൽ അത് പോയിക്കോളും. പറഞ്ഞാൽ മനസ്സിലായി? കുറേ വിഷമങ്ങളുണ്ടാവും, കുറേ സങ്കടങ്ങളുണ്ടാവും. ആ കുട്ടി കുറച്ച് വണ്ണമുള്ള കുട്ടിയാണ്, വലിയ വണ്ണമൊന്നുമല്ല, കുറച്ച് വണ്ണമുള്ള കുട്ടിയാണ്. അത് ഡാൻസ് കളിച്ചപ്പോൾ അത് നമ്മൾ ഫാമിലിക്കാരും നാട്ടുകാരും കാണുന്നില്ലേ. ഈ പറയുന്ന വ്യക്തി ഫുള്ളി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മളോട് പറയും. ഫുൾ ഡീസൻ്റ് ആണ് വ്യക്തിയാണെങ്കിൽ നമ്മളോട് പറയുമ്പോൾ ഒരു ന്യായമുണ്ട്. ഈ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഉള്ളത് കൊണ്ടും അതൊരു വിധം ആൾക്കാരെ അറിയുന്നത് കൊണ്ടും അവൾ ചിലപ്പം മിണ്ടാണ്ടിരുന്നു വരും. ഞാൻ ആ ടൈപ്പല്ല, ഞാൻ പബ്ലിക്കാക്കാൻ ഉദ്ദേശിച്ച അങ്ങോട്ട് ഇട്ടാണ്ട് കാച്ചു. പിന്നെ പറഞ്ഞിട്ട് മുങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, ക്ഷമ അത്യാവശ്യത്തിന് കൊണ്ട് നടക്കണ വ്യക്തിയാണ് ഞാൻ. അത് അടിയത്തോളം ക്ഷമിക്കും. പിന്നെ എനിക്കണ്ട് പിടിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ വീഡിയോ വോയിസ് അയക്കുമ്പോൾ നോക്കി അയക്കുക. കാരണം ആ വ്യക്തി അത് രാവിലെ എനിക്ക് വിട്ടിട്ട് 2-3 മെസ്സേജ്, പിന്നെ ഞാൻ റിപ്ലൈ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്, നമ്മളെന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ. ഒരു കൊച്ചു ഡാൻസ് കളിക്കണ ഇട്ടു, ആ കൊച്ചിന് കുറച്ച് വണ്ണം കൂടിയ നമ്മളെ ഇതാണോ പ്രശ്നമാണോ? മാന്യമായ രീതിയിലല്ലേ ആ കുട്ടി ഡാൻസ് കളിച്ചത്. അത്യാവശ്യം യൂസുള്ള വീഡിയോ. അത് ആകെ 200 സബ്സ്ക്രൈബേഴ്സുള്ള അയാൾ ആ വീഡിയോ കളഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യണമെന്നുള്ള കാര്യം ആലോചിക്കണ്ടേ. ഇത് അവിടെ എന്നിട്ട് ഒരു വോയിസിൽ കറന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് വിട്ടാൽ ഒരു കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലായ? അപ്പം അങ്ങനെ ഞാനും വണ്ണല്ല എന്ന് പറഞ്ഞാൽ നല്ല അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ തീരെ വണ്ണം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയായിരുന്നു. എന്നെ ഇവിടെ അറിയണവർക്കൊക്കെ അറിയാം, തീരെ വണ്ണം ഉണ്ടായിരുന്നു. എല്ലാവരും കളിക്കും, നല്ല കളിയാക്കൽ എന്ന് വെച്ചാൽ കളിയാക്കലിൻ്റെ പിന്നെ ഇല്ല, കളിയാക്കലിൻ്റെ ആസ്ഥാനം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുട്ടി ഞാൻ പ്രസവിച്ച് അപ്പോഴും വണ്ണമൊന്നുമില്ല, പ്രസവിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ണിക്ക് തൂക്കം വളരെ കുറവാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇതെന്താ പ്രസവിച്ചിരിക്കുന്നത്, എലിക്കുട്ടിയെയാണോ?
അവർക്ക് അത് എലിക്കുട്ടിയായിരിക്കും, എനിക്ക് എന്താ അതിൻ്റെ സ്വന്തം ചോരയാണ്. മനസ്സിലായ? അത് എനിക്ക് തോന്നുന്നു 40 2 താഴെ തൂക്കാണ്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ കുട്ടി. എനിക്ക് തോന്നുന്നു 40 45 90 ആകുമ്പോഴത്തേനും കൊച്ചു നല്ല വണ്ണം വെച്ചിട്ടാണ്, നല്ല വണ്ണം സൂപ്പർ കറുത്ത കുട്ടിയായിരുന്നു എൻ്റെ കുട്ടി. ഇത് 40 90 ആകുമ്പോഴത്തേനും നല്ല കളറും നല്ല വൃത്തിയും വെച്ചു. അപ്പം ചോദിക്കണം, ഇതിനേത് റേഷൻ ഏരിയയാണ് കൊടുക്കുന്നത്? ഇതിനേത് റേഷൻ ഏരിയയാണ് കൊടുക്കുന്നത്? ആ കുട്ടി വണ്ണം തെറ്റിപ്പോണുണ്ട്, സോറി. ആ കുട്ടി വണ്ണം കുറഞ്ഞാലും പ്രശ്നം, വണ്ണം കൂടിയാലും പ്രശ്നം. ഇതൊക്കെ പടച്ചോൻ തരുന്നതാണ്. ഞമ്മട്ട് ഒരാളുണ്ടല്ലോ, നല്ലൊരു വണ്ണമുള്ള ഒരു വ്യക്തി കുറച്ച് പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കും. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏത് റേഷൻ ഏരിയയാണ് ഈ കുടിച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഇങ്ങനെയല്ലോ ഇരിക്കണം. ഉമ്മ അങ്ങനെ ഇരുന്നോട്ടെ, നിങ്ങളാരെ വീട്ടിൽ വന്നിട്ടാണ് ഉമ്മ അങ്ങനെ ഇരിക്കുന്നത്? അല്ലല്ലോ. ഇപ്പം ഞാൻ കുറച്ച് വണ്ണം വെച്ചു. അപ്പം അയ്യോ ഇതെന്ത് വണ്ണമായി വെച്ചിരിക്കുന്നത്? ഇപ്പം ഞാൻ വണ്ണം വെച്ച് ഇവർക്ക് എന്താണ് പ്രശ്നം? ഈ കാണുന്നവരുടെ കണ്ണിന് എന്താണ് പ്രശ്നം? നിങ്ങളെ കുടുംബത്തിലുള്ളവരൊക്കെ നല്ല ഉള്ള ആൾക്കാരാണോ? ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ഇതാക്കുന്നത്. എനിക്കെൻ്റെ ശരീരത്തിനെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. അത് വണ്ണമുള്ളതായാലും വണ്ണം കുറവായാലും ഞാൻ അഭിമാനിക്കുന്നു. അതിന് കുറേ ആൾക്കാർ വന്നു കക്കരക്കര എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഈ വോയിസ് അയച്ച വ്യക്തി ഈ വീഡിയോ എന്തായാലും കാണുന്ന ആ വ്യക്തിയോട് പ്രത്യേകിച്ച് പറയണം, അവനാം നന്നാകുക. മനസ്സിലായ? എന്നിട്ട് വേറൊരാളെ നന്നാക്കാൻ പഠിപ്പിക്കുക. വണ്ണം പടച്ചോൻ തരുന്നത്, അത് തിരിച്ചെടുക്കുന്നതും പടച്ചോനാണ്. മനസ്സിലായ? പിന്നെ നമ്മൾ നല്ല വണ്ണമൊക്കെ ആകുമ്പോൾ ഡയറ്റ് ചെയ്യാനും ഇതിനൊക്കെ നോക്കും. മനസ്സിലായ? ചിലർ എത്ര ഡയറ്റ് ചെയ്താലും എന്ത് ചെയ്താലും വണ്ണം കുറയാത്ത ആൾക്കാരാണ്. അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതിയാണ് മക്കളെ. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. എനിക്ക് തോന്നുന്നു നല്ലൊരു യൂട്യൂബർ തമിഴിൽ, ഞാൻ അതിൻ്റെ വീഡിയോസ് മൊത്തം കാണുന്ന ഒരു വ്യക്തിയാണ്. പേരുണ്ടെങ്കിൽ പേര് പറഞ്ഞിട്ട് വല്ല പ്രശ്നമുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പേര് പറഞ്ഞു. ആളെ കാണും, നല്ല വണ്ണമുള്ള ആളാണ്. പക്ഷേ ആ വണ്ണത്തിലുണ്ടൊരു ഭംഗി. അതെന്തെന്ന് വെച്ചാൽ നിൽക്കാത്ത ഓരോരുത്തരുടെ വണ്ണത്തിലൊരു ഭംഗിയുണ്ട്. മനസ്സിലായ? നമ്മൾ ഒരാളെ ചില വൃത്തികെട്ട നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് അത് പ്രശ്നം. നല്ല മാന്യമായ രീതിയിൽ ഇരുന്ന് വീഡിയോ നോക്കിയിട്ട് കുഴപ്പമില്ലല്ലോ, നല്ലതാണല്ലോ, പറ്റിയെങ്കിൽ കമൻ്റ് അയക്കുക, പറ്റിയെങ്കിൽ ലൈക്ക് അടിക്കുക. മനസ്സിലായ? അല്ലാണ്ട് വെറുതെ കടന്നിട്ട് കുറുകുറു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരാളോടും ഒന്നിനും പോണില്ല, നല്ല മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്തിട്ട് പോകുന്നു. നമ്മൾ കുറച്ചിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇത്തിരി റീച്ചായി വരുമ്പോൾ അപ്പം അവിടെ കുനിയെ കുറിച്ചിട്ട് കിരി ഏറ്റവും നമ്മൾ ശത്രു ആരാണെന്ന് അറിയും? സ്വന്തം ആൾക്കാരാണ്. മനസ്സിലായോ? സ്വന്തം ആൾക്കാരാണ് നമ്മുടെ ശത്രുക്കൾ. നല്ലവരുണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടല്ലോ, അങ്ങനെയെന്ന് പറയണ മതി. അപ്പം നല്ലതും ഉണ്ട്, പൊട്ടയുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ല, സ്ലിപ്പ് ചെയ്ത് പോ, അല്ലെങ്കിൽ ആ വീഡിയോ വരുമ്പോൾ അത്രയേ ഉള്ളൂ. മനസ്സിലായ? നിങ്ങളൊരാൾ തളർത്തിയ വീകുന്ന മനസ്സല്ല എൻ്റെത്, ആ വ്യക്തിയുടേത്. പറഞ്ഞാൽ മനസ്സിലായി? ആ വ്യക്തി വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞാൽ മനസ്സിലായി? അതുകൊണ്ട് അയക്കുമ്പോൾ നല്ല മാന്യമായ രീതിയിലൊക്കെ അയക്കുക. മനസ്സിലായി? നമ്മളിപ്പോൾ ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കൊരാളെ ഇതാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഞമ്മ ചെയ്യുന്ന അതിലും വലിയ കാര്യങ്ങളാണ്. എന്നിട്ട് വലിയവരെ പഠിപ്പിക്കാൻ നിൽക്കുക. നമുക്കൊരാളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ നന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ മഴ പെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, കമൻ്റ് ഇറക്കുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.